ഹായ് ഹലോ എല്ലാവർക്കും വേൾഡ് ഓഫ് ദിവ്യയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വെണ്ടക്കായും മുട്ടയും കൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ചെറുതായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് നമ്മൾ 2 ചേർത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തുള്ളൂ. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. നമ്മുടെ വെണ്ടക്ക ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ തേങ്ങ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു വഴുവഴുപ്പ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട വെണ്ടക്കയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.